ലാലേട്ട, നിങ്ങൾക്ക് ഇത് എന്തോ പറ്റി? ഇതിപ്പം സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ്. വേറൊന്നുമല്ല, മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ എന്ത് പറ്റി എന്നുള്ളതിനെക്കാട്ടിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മികച്ച ഗംഭീര പ്രോജക്റ്റ്, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന പ്രൊജക്റ്റുകളാണ് അനൗൺസ് ചെയ്യുന്നത്. ഡെയിലി ദിവസവും അദ്ദേഹം സോഷ്യൽ മീഡിയയോട് അനൗൺസ് ചെയ്യുന്ന പ്രൊജക്റ്റുകളൊക്കെ അദ്ദേഹം സൈൻ ചെയ്ത പ്രൊജക്റ്റുകൾ തന്നെയാണ്. അദ്ദേഹം തന്നെ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നെങ്കിൽ അത് ഉറപ്പാണ്. ഈ പ്രൊജക്റ്റുകളൊക്കെ ഞെട്ടിക്കുന്ന പ്രൊജക്റ്റുകളാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, മേജർ രവിയെ പോലെ ഒരാൾ എനിക്കൊന്ന് സിനിമ നിർത്തി പോയതിൽ എനിക്ക് ഒന്ന് സന്തോഷം കൊണ്ട് മോഹൻലാലിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ഇടിച്ചു കയറി വരുന്ന പോലെയാണ്. മേജർ രവിയും ബി ഉണ്ണികൃഷ്ണനെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കുറേ ഗംഭീര പ്രൊജക്റ്റുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള പ്രൊജക്റ്റിൻ്റെ എല്ലാം പ്രത്യേകത. ഇപ്പോൾ ആദ്യം തന്നെ അനൂപ് സത്യൻ്റെ ഗംഭീര ഡയറക്ടറാണ്, സത്യനന്ദിക്കാടിൻ്റെ മകൻ അനൂപ് സത്യൻ്റെ പ്രൊജക്റ്റ് ഈ വർഷം തന്നെ തുടങ്ങുമെന്ന് പറയുന്നു. ജൂഡ് ആന്റണി ഗംഭീര ഡയറക്ടർ, മറ്റൊരു ഗംഭീര ഡയറക്ടർ, ചെറുപ്പക്കാർ പിള്ളേരെ എല്ലാം മൂലം എടുക്കുകയാണ്. ജൂഡ് ആന്റണിയുടെ പടം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയർസന്റെ പടം വരുന്നുണ്ട്. പ്രിയർസൻ ഒരു മിനിമം ഗ്യാരണ്ടി 100ാമത്തെ പടം, അതും ലൈനപ്പിൽ വരുന്നതാണ്. പിന്നെ L367, അതായത് വിഷ്ണുമോഹന്റെ ഗംഭീര ബ്രഹ്മാണ്ഡ ചിത്രം വരുന്നു. അതും ഈ പറഞ്ഞ പോലെ പയ്യൻ ടീമുകളുടെ പടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം അവർ പുത്തൻ മോഹൻലാലിനെ, അഭിനയ പ്രാധാന്യമുള്ള മോഹൻലാലിനെ കാണും. എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കറിന്റെ നെടുങ്കണ്ടം മിറാക്കിൾ. അടിപൊളി ഒരു ഫാന്റസി സാധനമാകാൻ ചാൻസ് ഉണ്ട്. അടിപൊളി പടമായിരിക്കും. ഏത് രീതിയിലുള്ള പടമാണെങ്കിലും അത് ഗംഭീര പടമാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വീണ്ടും ചിദംബരത്തിന്റെ പടം വരുന്നു. ചിദംബരമൊക്കെ എന്തോ ഗംഭീര ഡയറക്ടറാണ്. നമുക്കിപ്പം ലാസ്റ്റ് ബാലം പോലെ എന്ത് സൂപ്പറായിട്ട് ഡയറക്ട് ചെയ്ത് ഗംഭീര സിനിമ. ചിദംബരത്തിന്റെ ഒരു പടം ഉണ്ടെങ്കിൽ മോഹൻലാലിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ നല്ല രസമായിരിക്കും തിയേറ്ററിൽ കാണാൻ. അതുപോലെ തന്നെ വീണ്ടും ഷാഹി കബീർ, പോലീസ് കഥാപാത്രങ്ങൾ ഇത്രയും വ്യത്യസ്ത ഈയിടയ്ക്ക് ചെയ്ത മറ്റൊരു തിരക്കഥാകൃത്തില്ല. ഷാഹി കബീറിന്റെ പടം വരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ വീണ്ടും പറയാം, കൃഷാന്തിന്റെ പടം മണിയമ്പിളരാജ് പ്രൊഡ്യൂസ് ചെയ്തു. എത്ര പടമാണ്! എനിക്കൊന്ന് അടുത്തൊരു 2-3 കൊല്ലത്തേക്ക് ലാലേട്ടന്റെ ഡേറ്റ് ഫുള്ള് ബ്ലോക്ക് ആയി കഴിഞ്ഞു. എന്തായാലും എല്ലാം നല്ല സംവിധായകരായി കിട്ടും എന്നുള്ളതാണ്. മേജർ രവിയും ബീനകൃഷ്ണ എടുത്ത് ലാലേട്ടനെ എടുത്ത് ദൂരെ എറിയുമ്പോൾ തന്നെ, ഇത് നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് പറയുന്നത് കേട്ടോ, ഇവരാരും മോശക്കാരാണെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ പ്രൊജക്റ്റുകളൊക്കെ നല്ല ഡയറക്ടേഴ്സ് എല്ലാം നല്ല പടക്കം ഡയറക്ടേഴ്സാണ്. അതുകൊണ്ട് നല്ല ഗംഭീര ബോക്സ് ഓഫീസ് റെക്കോർഡിനുപരി മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ അടുത്ത ഫേസ് കാണാമെന്ന് ഉറപ്പിക്കാം.